പാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് പഞ്ചസാരയൊന്നും ഇല്ലാതെ ജാം ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഇത് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെല്ലമാണ്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാങ്ങ അരച്ചെടുക്കണം. അതിന് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മാങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം. അധികം വലിയ തീയാക്കണ്ട, കുറച്ച് മീഡിയം തീയിലാക്കിയിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലിടാൻ വേണ്ടി ഞാൻ 3 ഏലക്ക ഇതേപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ കല്ലിലിട്ടൊന്ന് കുത്തിയെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ്. ഇനിയിത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ജാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്നെല്ലാം നല്ല വിട്ട് വരുന്നുണ്ട്. ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തിയായ ഒരു ജാമാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു 2 മാങ്ങ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ജാമാക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ശുദ്ധമായ ജാമാണ്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇപ്പം മനസ്സിലാവും. ഇതാ എത്ര നല്ല ജാമാണ്. ഇത് നമുക്ക് ഇനി തീ ഓഫാക്കാം. ഇത് ആറിയിട്ട് നല്ലൊരു ബോട്ടിലിൽ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. തീ ഓഫാക്കുന്നു. വെറും 15 മിനിറ്റാണ് ഈ ജാം ഉണ്ടാക്കാനെടുത്ത സമയം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.